അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഅഇദുകുമുല്ലാഹു അൻ തഉദ്ദു ലിമിസ്ലിഹി അബദാ ഇൻ കുൻതും മുഅ്മിനീൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറത്തു നൂറിലെ 17 മുതൽ 20 വരെയുള്ള 5 ആയത്തുകളാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട വ്യഭിചാര ആരോപണവും വിശ്വാസികൾ സ്വീകരിച്ച നിലപാടും അതിൽ അല്ലാഹു നൽകിയ ശക്തമായ ചില നിർദ്ദേശങ്ങളുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോയ ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ സ്ഥലത്ത് എത്താതിരിക്കുകയും അബദ്ധവശാൽ ആയിഷയെ കൂടാതെ അവർ യാത്ര പുറപ്പെടുകയും ചെയ്തു. പിന്നീട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പിറകിൽ നിശ്ചയിച്ചിരുന്ന സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഒട്ടകപ്പുറത്ത് ആയിഷയെ കയറ്റുകയും അദ്ദേഹം മുന്നിലും ആയിഷ ഒട്ടകപ്പുറത്തുമായി യാത്ര ചെയ്ത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഉണ്ടായിരുന്ന സ്ഥലത്തെത്തുകയും കപടവിശ്വാസികളായ ആളുകൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ പോലെയുള്ള ആളുകൾ പ്രവാചക പത്നിയെക്കുറിച്ച് ഒരാരോപണം ഉന്നയിക്കാൻ, വ്യാജവാർത്തകൾ, കള്ളവാർത്തകൾ പ്രചരിപ്പിക്കാൻ കിട്ടിയൊരവസരത്തെ നന്നായി മുതലാക്കുകയും സഫ്വാനെയും ആയിഷ റളിയല്ലാഹു അൻഹയെയും ചേർത്ത് വ്യഭിചാരാരോപണം ഉന്നയിക്കുകയും ചെയ്തു. പ്രചാരം ചെയ്തത് മിസ്തഹ് റളിയല്ലാഹു അൻഹു, ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ജഹ്ഷിൻ്റെ മകൾ ഹംന റളിയല്ലാഹു അൻഹ തുടങ്ങിയവരായിരുന്നു. ഇവർക്കൊക്കെ പിന്നീടുണ്ടായ മാനസാന്തരത്തെക്കുറിച്ചും അവർ അതിൽ ദുഃഖിച്ച സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. ഈ ഒരു അധ്യാപനത്തിൽ ഒരു വാർത്ത കേട്ടാൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായൊരു അധ്യാപനമാണ് ഇസ്ലാം നൽകുന്നത്. ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ നിലപാടോ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. തിന്മകൾ പ്രചരിക്കുകയും തിന്മകൾ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുക എന്നത് പിശാചിൻ്റെ കൂട്ടാളികളുടെയും താല്പര്യമാണ്. അത്തരം ഒരു ഗൗരവപ്പെട്ട വിഷയമാണ് 17 മുതലുള്ള ഈ ഭാഗത്ത് അല്ലാഹു വിശദീകരിക്കുന്നത്. യഅഇദുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുന്നു. വഅദ് എന്നൊക്കെ നമ്മൾ പറയല്ലോ, ഉപദേശം. അൻ തഅദ്ദു, നിങ്ങൾ ആവർത്തിക്കുമെന്ന് വെച്ച് നിങ്ങൾ മടങ്ങിയേക്കുമെന്നതിനാൽ എന്ന് വെച്ചാൽ നിങ്ങൾ ആവർത്തിച്ചു പോകരുത്. ലിമിസ്ലി, അതുപോലുള്ളതിന്, അബദ, ഒരിക്കലും, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഇതുപോലെയുള്ളത് ഒരിക്കലും നിങ്ങൾ ആവർത്തിച്ചു പോകരുതെന്ന് വെച്ച് അള്ളാഹു നിങ്ങൾ ഉപദേശിക്കുകയാണ്, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. എന്താണ് അള്ളാഹു പറയുന്നത്? വയുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്. വയുബയ്യിനുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. ബയ്യന, യുബയ്യിനു, ബയാൻ എന്ന് വെച്ചാൽ വ്യക്തമാക്കി തരിക, വ്യക്തമായത്. ലക്കും, നിങ്ങൾക്ക്, അലായാത്ത്, ലക്ഷ്യങ്ങളെ അഥവാ വേദവാക്യങ്ങളെ. വല്ലാഹു അലീമുൻ, അള്ളാഹു സർവജ്ഞാനിയാണ്. ഹക്കീമുൻ, അവൻ സൂക്ഷ്മജ്ഞാനിയാണ്, ജ്ഞാനം അഥവാ യുക്തിയുള്ളവനാണ്. അള്ളാഹു നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ വിവരിച്ചു തരുന്നു. അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിയൽ ഫാഹിഷത്തു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ. ഇന്നല്ലദീന, നിശ്ചയമായും യാതൊരു കൂട്ടർ, യുഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, അൻ തശിയ, പ്രചരിക്കാൻ, പരക്കുവാൻ, ഫാഹിഷത്ത്, ദുർവൃത്തി, നീചവൃത്തി, ഫില്ലദീന ആമനു, വിശ്വാസികളിൽ, ലഹും, അവർക്കുണ്ട്, അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ, ഫിദ്ദുനിയ, ഇഹത്തിലും, വൽ ആഖിറത്തി, പരത്തിലും, വല്ലാഹു യഅലമു, അല്ലാഹു അറിയുന്നു, അൻതും, നിങ്ങളാകട്ടെ, ലാ തഅലമൂൻ, നിങ്ങൾക്കറിയുകയില്ല. നിശ്ചയമായും വിശ്വാസികളായുള്ളവരിൽ നീചവൃത്തി പ്രചരിക്കുന്നത് അങ്ങനെ കാണുമെന്ന് ഇഷ്ടപ്പെടുന്ന ആളുകളാകട്ടെ, അവർക്ക് ഇഹത്തിലും പരത്തിലും വേദനയേറിയ ശിക്ഷയുണ്ട്. അള്ളാഹു എല്ലാം അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു അന്നല്ലാഹ റഊഫുർ റഹീം.
വലൗല ഇല്ലായിരുന്നെങ്കിൽ ഫളലുല്ല അള്ളാഹുവിൻ്റെ ദയവ് അനുഗ്രഹം അലൈക്കും നിങ്ങളിൽ റഹ്മത്തുഹു അവൻ്റെ കാരുണ്യവും വന്നല്ലാ നിശ്ചയം അള്ളാഹു ആണെന്ന കാര്യം റഊഫുൻ കൃപയുള്ളവൻ റഹീം കരുണാനിധിയുമാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദയയും അവൻ്റെ കാരുണ്യവും ഉണ്ടായിരിക്കുകയും അള്ളാഹു കൃപയുള്ളവനും കരുണാനിധിയും ആണെന്നുള്ളതും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു എന്ന് അള്ളാഹു കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അഥവാ സജ്ജനങ്ങളിൽ ദുർവൃത്തി പ്രചരിച്ചു കാണുക, മാന്യന്മാരെക്കുറിച്ച് അപകീർത്തികൾ ഉണ്ടാക്കി തീർക്കുക, ശുദ്ധന്മാരായ ആളുകളുടെ സ്വകാര്യ ജീവിതം കളങ്കമാക്കുക മുതലായ കാര്യങ്ങളിൽ ചിലർക്ക് വല്ലാത്ത താല്പര്യവും കൗതുകമായിരിക്കും. ദുഷ്ടമനസ്സിൽ നിന്നുമാണ് ഇത്തരം ചിന്താഗതികൾ വന്നു പോകുന്നത്. ഇത് ഒരു പൈശാചിക സ്വഭാവമാണ്, മാനസികമായൊരു തരം രോഗമാണ്. സമുദായത്തിൽ പടർന്നു പിടിക്കുന്നതിനുള്ള വിഷബീജങ്ങളാണ് ഇത്തരം ദുഷ്പ്രചാരണങ്ങൾ. ഇന്ന് നമുക്ക് ധാരാളമായിട്ടത് കാണാൻ കഴിയും. സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരം പ്രചാരണങ്ങൾ വളരെ വേഗത്തിൽ സ്വാധീനം പിടിക്കുന്നതും പ്രചരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഈച്ചകളെ പോലെ കിട്ടുന്ന അവസരങ്ങളെല്ലാം അതിനുപയോഗപ്പെടുത്തും. മനസ്സിന് ചെറിയൊരു സംതൃപ്തി, ഇതല്ലാതെ ഒന്നും അവർക്കതിൽ കിട്ടുന്നില്ല. അവരുടെ മനസ്സ് ആകെ പുഴുത്ത് നാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇഹലോകത്തിലും പരലോകത്തിലും അത്തരം ആളുകൾക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അള്ളാഹുവിൻ്റെ കോപം, നരകശിക്ഷ മുതലായ പാരത്രിക ശിക്ഷ അവർക്കുണ്ട്. ദുനിയാവിൽ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിലാണെങ്കിൽ ശിക്ഷ അടിയായും ആക്ഷേപമായും വഷളത്തരം എന്നുള്ള അർത്ഥത്തിലുമൊക്കെ അവർക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വരും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ വെച്ച് ഉച്ചത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുകയുണ്ടായി എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു. യാ മഅ്ശറ മൻ അസ്ലമ ബിലിസാനിഹി വലം യഫിദൽ ഈമാന ഇലാ ഖൽബിഹി. നാവുകൊണ്ട് മുസ്ലിമാവുകയും ഹൃദയത്തിലേക്ക് വിശ്വാസം കടക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ള സംഘമേ, ലാ തൗദുൽ മുസ്ലിമീന വലാ തഈറുഹും വലാ തത്തബഉ ഔറാത്തഹും ഫഇന്നഹു മൻ യത്തബിഉ ഔറത അഖീഹിൽ മുസ്ലിമി യത്തബിഉ അല്ലാഹു ഔറതഹു വമൻ യത്തബിഉ അല്ലാഹു ഔറതഹു യഫ്ലഹു വലൗ ഫി ജൗഫി റിഹ്ലിഹി. നിങ്ങൾ മുസ്ലിങ്ങളെ ഉപദ്രവിക്കരുത്. അഥവാ നാവുകൊണ്ട് മാത്രം മുസ്ലിമാവുകയും ഹൃദയത്തിലേക്ക് വിശ്വാസം കടക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളെ നിങ്ങൾ ഒരിക്കലും മുസ്ലിങ്ങളെ ഉപദ്രവിക്കരുത്. അവരെ അപമാനിക്കുകയും ചെയ്യരുത്. അവരുടെ ഉള്ളുകള്ളികൾ ആരായുകയും ചെയ്യരുത്. കാരണം ഒരാൾ തൻ്റെ മുസ്ലിം സഹോദരൻ്റെ ഉള്ളുകള്ളി ആരായുന്നതായാൽ അള്ളാഹു അവൻ്റെ ഉള്ളുകള്ളിയും ആരായും. അള്ളാഹു ഒരുവൻ്റെ ഉള്ളുകള്ളി ആരായുന്ന പക്ഷം അള്ളാഹു അവനെ വഷളാക്കുന്നതാണ്. അവൻ തൻ്റെ വസതിയുടെ ഉള്ളിലായിരുന്നെങ്കിലും ശരി. തെറ്റുകൾ പ്രചരിപ്പിക്കുക എന്നത് ചിലർക്കൊരു സുഖമുള്ള പരിപാടിയാണ്. ആളുകളെക്കുറിച്ച് നല്ലത് പറയുന്നത് അല്പം മടിയുള്ളതും പിശുക്കുള്ളതും. എന്നാൽ ആളുകളെക്കുറിച്ച്, വ്യക്തിയെക്കുറിച്ച്, നേതാക്കന്മാരെക്കുറിച്ച്, സംഘടനയെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ചൊക്കെ ദോഷൈക ദൃക്കുകൾ എന്ന് പറയും. അഥവാ തിന്മകൾ, വഷളത്തരങ്ങൾ, നീചവൃത്തികൾ, ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾ ധാരാളം സമൂഹത്തിലുണ്ട്. അത്തരം ആളുകൾ ഏറ്റവും മോശം സ്വഭാവത്തിനുടമയാണ്. പേരുകൊണ്ട് മുസ്ലിമാണെങ്കിലും അവരുടെ ഹൃദയത്തിലേക്ക് ഇസ്ലാം പ്രവേശിച്ചിട്ടില്ല, ഈമാൻ പ്രവേശിച്ചിട്ടില്ല. ഒരാളൊരു മുസ്ലിമിൻ്റെ മൻസത്രൽ മുസ്ലിമ, ഒരു മുസ്ലിമിൻ്റെ ന്യൂനതകൾ മറച്ചു വെച്ചാൽ അള്ളാഹു അവൻ്റെ ന്യൂനതയും മറച്ചു വെക്കുമെന്നാണ്. നാളൻ്റെ നാളിൽ അവൻ്റെ പോരായ്മകളും ന്യൂനതകളും അള്ളാഹു മറച്ചു വെക്കും. ദുനിയാവിലും പരലോകത്തും അതിൻ്റെ ഗുണം അവനുണ്ടാകും. പരമാവധി ഒരു തെറ്റൊരാളിൽ കണ്ടാൽ ആ വ്യക്തിയെ നേരിൽ കണ്ട് അത് തിരുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നിർബന്ധപൂർവ്വം അത് തിരുത്തപ്പെടേണ്ടതാണ് എങ്കിൽ അവൻ ഉൾക്കൊള്ളുന്ന സംഘടനയുടെ ആഭ്യന്തര വേദിയിൽ വെച്ച് അതിനെ തിരുത്താൻ ശ്രമിക്കാം. അതിനു മുമ്പേ വ്യക്തിപരമായിട്ട് അവനോട് അത് സൂചിപ്പിക്കുക, അത് നിർത്താൻ, അത് അവസാനിപ്പിക്കാൻ, ഇത് പാടില്ല എന്ന് പറയാനാണ് മുൻഗണന നൽകേണ്ടത്. പലപ്പോഴും വ്യക്തിയോട് പറയാതെ അത് സമൂഹത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയും പരദൂഷണത്തിൻ്റെ ദോഷങ്ങളെക്കുറിച്ചും അതിൻ്റെ ശിക്ഷയെക്കുറിച്ചുമൊക്കെ വളരെ ഗൗരവത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലൂടെ താക്കീത് ചെയ്തത് നമ്മളൊക്കെ പഠിച്ചതാണ്. ഗൈബത്ത്, നമീമത്ത്, അതുപോലെ തന്നെ അപവാദ പ്രചാരണം ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ, അവൻ്റെ മാനത്തെ, അവൻ്റെ ജീവനെ, അവൻ്റെ രക്തം, ഇതൊക്കെ ഇസ്ലാമിൽ പവിത്രമാണ്. സമ്പത്ത്, ധനം, ഇതൊക്കെ പവിത്രമാണ്. ജീവൻ പവിത്രമാണ് എന്നതുപോലെ തന്നെ പവിത്രമാണ് അവൻ്റെ അഭിമാനം എന്ന് പറയുന്നത്. അവൻ്റെ അഭിമാനത്തെ
ക്ഷതപ്പെടുത്തുന്ന, ഒരാളുടെ മാനം കെടുത്തുന്ന നിലപാടുകൾ ഒരിക്കലും വിശ്വാസിയുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആനും ഹദീസും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ആശയങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കി നല്ലവരായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.